ഹാഹാ ലക്ഷ്മണ മമ ഭ്രാതാവേ സോദര, ഹാഹാ മേ വിധിഫലം പാഹി മാം ദയാനിധേ. ആതുരനാദം കേട്ടു ലക്ഷ്മണനോടു ചൊന്നാൻ, സീതയും സൗമിത്രേ നീ ചെല്ലുക വൈകിടാതെ. അഗ്രജനുടെ വിലാപങ്ങൾ കേട്ടീല ഭവാൻ, ഉഗ്രന്മാരായ നിശാചരന്മാർ കൊല്ലും മുമ്പേ രക്ഷിച്ചുകൊള്ളുക ചെന്നു ലക്ഷ്മണ മടിയാതെ. രക്ഷോ വീരന്മാരിപ്പോൾ കൊല്ലുമല്ലെങ്കിൽ അയ്യോ. ലക്ഷ്മണൻ അതു കേട്ടു ജാനകിയോട് ചൊന്നാൻ, ദുഃഖിയായ കാര്യേ ദേവി കേൾക്കണം മമ വാക്യം. മാരീചൻ തന്നെ പൊന്മാനായി വന്നതവൻ, നല്ല ചോരനെത്രയുമേവം കരഞ്ഞതവൻ തന്നെ. അന്ധനായി ഞാനും ഇത് കേട്ടു പോയകലുമ്പോൾ, നിന്തൊരുവടിയേയും കൊണ്ടുപോയിടാമല്ലോ. പങ്ക്തികന്ധരൻ തനിക്കതിനുള്ളുപായമിതെന്തറിയാതെ അരുൾ ചെയ്യുന്നതിത്രയല്ല, ലോകവാസികൾക്കാർക്കും ജയിച്ചുകൂടായല്ലോ. കലമാന്റെ വേഷം പൂണ്ട മാരീചനെ രാമൻ അമ്പയ്യ കൊല്ലുന്നു. ഒരു പർവ്വതം കണക്കെ വീഴുന്ന നേരം, ഹാ ലക്ഷ്മണ സീതയെ രക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ സീത രാമനെ രക്ഷിക്കണമെന്നും പറഞ്ഞ് ലക്ഷ്മണനെ പറഞ്ഞയക്കുന്നു. ഈ സമയം മുനിവേഷം ധരിച്ച രാവണൻ സീതയെ കടത്തിക്കൊണ്ടുപോകുന്നു. എന്നാൽ ജടായു തടയുകയും ചെറിയൊരു യുദ്ധമുണ്ടാവുകയും ചെയ്തു. യുദ്ധത്തിൽ ജടായുവിന്റെ ചിറകരിഞ്ഞ് രാവണൻ സീതയെ കൊണ്ട് രക്ഷപ്പെടുന്നു. തിരിച്ചു വന്ന രാമനും ലക്ഷ്മണനും സീതയെ കാണാഞ്ഞ് എന്തുപറ്റിയെന്ന് നാലുപാടും അന്വേഷിക്കുന്നു. തുടർന്നുള്ള യാത്രയിൽ ജടായു ചിറകറ്റുവിടെ ജടായുവിനെ കാണുകയും ജടായു സത്യമെല്ലാം പറയുകയും സീതയെ രാവണൻ തട്ടിക്കൊണ്ടുപോവുക കാര്യവും അറിയിച്ച് മരിച്ചു യഥോവിധം സംസ്കരിച്ച് ജടായു പറഞ്ഞ ഭാഗത്തേക്ക് പോകുന്നു. ആ വഴിയിൽ തലയും കാലുമില്ലാതെയുള്ള ഒരു കബന്ധം കിടക്കുന്നു. കൈകൾ നീണ്ടു വരുന്നു. അഷ്ടാവക്രനെ കളിയാക്കിയ സുന്ദരനായ ഗന്ധർവനായിരുന്നു അത്. മുനിശാപത്താൽ ഒരു രാക്ഷസനായി ശതമുഖനെ തിന്നുവാൻ ഓടിയെടുത്തപ്പോൾ ശതമുഖൻ കഴുത്തും കാലും അരിഞ്ഞു മരണമില്ലാതെ ഇങ്ങനെ കിടന്നു. ശതമുഖൻ കഴുത്തിലൂടെ ഭക്ഷിക്കാൻ അവസരം ചെയ്തു കൊടുത്തു. അങ്ങനെ കൈകൾ നീണ്ടു പോയി വരുന്നവരെയും പോകുന്നവരെയും ഭക്ഷിക്കാൻ ആരംഭിച്ചു. അങ്ങനെ കാലങ്ങൾ കഴിച്ചു കൂട്ടുമ്പോഴാണ് സീതാന്വേഷണവുമായി രാമലക്ഷ്മണന്മാർ ഇതുവഴി വരുന്നത്. അവർ കൈകൾ രണ്ടും അറുത്ത് മോക്ഷം നൽകി. ദിവ്യരൂപം തിരിച്ചു കിട്ടി കബന്ധ രാക്ഷസന്. കബന്ധസ്തുതി. നിന്തിരുവടിയുടെ തത്വമിതൊരുവർക്കും ചിന്തിച്ചാലറിഞ്ഞുകൂടാവതല്ലെന്നാകിലും, നിന്തിരുവടി തന്നെ സ്തുതിപ്പാൻ തോന്നിയിടുന്നു സന്തതമന്ധത്വം കൊണ്ടെന്തൊരു മഹാമോഹം. അന്തവുമാദിയുമില്ലാതൊരു പരബ്രഹ്മം, അന്തരാത്മനി തെളിഞ്ഞുണർന്നു വസിക്കേണം. അന്ധകാരങ്ങളകന്നാനന്ദമുദിക്കണം.